ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളോട് ഒരുപാട് പേര് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ? അതുപോലെ തന്നെ ഇത് ചെയ്യാൻ ലൈസൻസ് വേണോ? എവിടെയാണ് കൊടുക്കുന്നത്? ഏതൊക്കെ ഷോപ്പിലാണ് ഇത് കൊടുക്കുന്നത്? എങ്ങനെയാണ് കൊടുക്കുന്നത്? അതുപോലെ തന്നെ ഇത് ചെയ്യാൻ ലൈസൻസ് വേണോ? പിന്നെ നേബിൾ എവിടെ നിന്നാണ് അടിക്കണത്? പിന്നെ നമ്മൾ പാക്ക് ചെയ്യണ മെഷീൻ ഉണ്ട്, അത് എവിടെ നിന്നാണ് വാങ്ങിക്കണത്? അങ്ങനെ ഒരുപാട് ഡൗട്ട് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പം അതൊന്ന് എനിക്ക് എന്നെക്കൊണ്ട് പറ്റണതും എനിക്കറിയാവുന്ന ഞാൻ ചെയ്യുന്ന എൻ്റെ വിജയരഹസ്യം അത് ഞാൻ നിങ്ങളോടും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെനിക്കിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് വന്നതും എങ്ങനെയാണ് എനിക്കിത് മൂവിങ് ആയിട്ട് പോകുന്നത് എന്നും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങളിങ്ങനെ ഇതേപോലെ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുക. ഇനി പുതിയൊരു വർഷമാണ് വരുന്നത്. ആ ഒരു വർഷത്തിലെങ്കിലും നിങ്ങൾ ചെറിയൊരു സംരംഭമായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് നിങ്ങളെക്കൊണ്ട് കഴിയും. കഴിയാത്തതായിട്ട് ആർക്കും പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയണ്, തുടക്കത്തിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടരുത്. ഞാനിവിടെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടും എൻ്റെ പാക്കിങ് കണ്ടിട്ടും അതുപോലെ നിങ്ങളും ഇത് നോക്കരുത്. കാരണം എനിക്കിപ്പോൾ 2-3 കടകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തുടക്കത്തിൽ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങുക. അത് എവിടുന്നാണോ നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് റേറ്റിന് എവിടുന്നാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കുക. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ കടകളിൽ നടന്ന് ചോദിക്കണമെന്ന്. അത് വേണം. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, നമുക്കിത് എങ്ങനെയാണ് ഓർഡർ കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇനിയിപ്പോൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മളത് കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങണമല്ലോ. നമ്മളത് വാങ്ങി നമ്മളത് പാക്ക് ചെയ്ത്, ഇനിയിപ്പോൾ ബണ്ണിൻ്റെ ബിസിനസ് ആണെങ്കിൽ പോലും നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങി അത് പാക്ക് ചെയ്ത് നമ്മളെ പോലെ പാക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കടകളിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് അവരോട് ചോദിക്കുക. ഒരു കടയിൽ ചിലപ്പം വേണ്ടാന്ന് പറയും. അപ്പം നമ്മൾ അടുത്ത കടയിൽ പോയി നോക്കുക. അങ്ങനെ എല്ലാ കടകളും കയറി ഇറങ്ങിയിട്ട് ഇത് വേണോ എന്ന് അവരോട് ചോദിക്കാം. അങ്ങനെയാണ് നമുക്ക് ഓർഡർ കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഇത് നമുക്ക് ജോലി അങ്ങനെ കിട്ടില്ല. അപ്പം നമ്മൾ അതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കണം. അങ്ങനെ 2-3 കടകൾ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ കൂടുതൽ മെറ്റീരിയൽസ് എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് ബണ്ണാണെങ്കിലും എന്തൊരു ഐറ്റംസ് ആണെങ്കിലും നമ്മളത് പാക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് കടകളിൽ കൊണ്ടു കൊടുക്കുക. 1-2 കട കിട്ടിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് അത് പാക്ക് ചെയ്ത് നല്ല രീതിയിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഷോപ്പിൽ കൊണ്ടുകൊടുക്കുക. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കട കിട്ടി, അതുപോലെ അടുത്ത കടയിലും പോയി നോക്കുക. അപ്പം അങ്ങനെയാണ് ഞാനും ചെയ്തിട്ട് തന്നെയാണ് എനിക്കും 2-3 കടകളൊക്കെ കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് ഇവിടെ ഒന്നല്ല, വയനാട് ആ ഭാഗങ്ങളിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഓർഡർ എടുത്ത ആളുകളാണ്. അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്യുക. പിന്നെ സോഷ്യൽ മീഡിയ, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റഗ്രാം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെക്കുക. എന്തായാലും നമുക്ക് ഓർഡർ കിട്ടാതിരിക്കില്ല. പിന്നെ ഇത് എങ്ങനെയാണ് പാക്ക് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുപോലെയാണ്. ഇതിനാട്ടിയും കുറച്ചും കൂടെ വീതിയും വേണം, നീളം വേണം കവറ്. അതായത് ഇങ്ങനെ തിക്നെസ്സായിട്ട് നമ്മൾ ഇത് എവിടെ നിന്നാണ് കിട്ടുക, ഇത് എന്തിനാണ് ഉപയോഗിക്കുക എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, ഗ്ലാസ്, അതുപോലെ തന്നെ ഈ നമ്മുടെ മോട്ടർ, വെള്ളം വരുന്ന മോട്ടറൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉള്ള കടകളിലൊക്കെ ചോദിച്ചാൽ ഈ സാധനം കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നമുക്ക് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരും. കണ്ടക്കി എന്നുള്ളൊരു സൗണ്ട് വരും. അപ്പോൾ എന്നിട്ട് ഇത് നമ്മളിങ്ങനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിവിടെ പാക്കഡ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തോളമായി. അതിൻ്റെ ഇത് മാറ്റണം. ഈ ഒരു സംഭവം മാറ്റാതെ എനിക്ക് അവരന്ന് വാങ്ങിച്ചപ്പോൾ തന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിപ്പോൾ ഇത് മാറ്റുകയും വേണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലേഡ് പോലെ ഉണ്ടാവും,
അതും ഇതിൽ വെക്കണം. അപ്പം അതിൻ്റെ മൂർച്ചയൊക്കെ പോയിക്കണം. ഇനിയിപ്പം ഇന്ന് പുറത്ത് പോകുമ്പോൾ അത് രണ്ടും വാങ്ങിയിട്ട് വേണം വരാൻ. അപ്പം ഇതാണ് മിഷ്യൻ്റെ കാര്യം. ഇത് നമ്മുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കൊരു 1-2 കൊല്ലത്തോളം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അത് ലാസ്റ്റ് 2-3 കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ബ്ലേഡും നമുക്ക് മാറ്റിയിടാം. എനിക്കെന്താ അവർ തന്നൊന്നുമില്ല. അപ്പോൾ അത് അവരോട് ചോദിക്കണം ഇനി പോയിട്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. പിന്നെ കുറേ പേര് ലൈസൻസ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഉദ്യം രജിസ്ട്രേഷനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെറിയൊരു ലൈസൻസ്, നമ്മൾ വലിയ ഇതൊന്നും ആയിട്ടില്ലല്ലോ, ചെറിയൊരു ലൈസൻസാണ് നമ്മളിപ്പോൾ തൽക്കാലം എടുക്കേണ്ടതുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ മെച്ചപ്പെട്ട് വന്നതെന്ന് കണ്ടാൽ നമുക്ക് വലിയ വലിയ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ജീവിത രഹസ്യം. അതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതെന്ന് വിചാരിച്ചിട്ടൊന്നും യാതൊരു കുഴപ്പമില്ല. നന്നാവാൻ തീരുമാനിച്ചവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയെങ്കിലും പുതിയൊരു വർഷമാണ്, ചെറിയൊരു ബിസിനസ്സൊക്കെ ചെയ്തിട്ട് ജീവിക്കാൻ നോക്കുക. അപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ ഒന്നും വരാൻ പോണില്ല. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക.